ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ചിരിക്കാതെ ഇത് കുടിക്കാൻ നോക്കോ. എന്താ ഇത്? പേടിക്കണ്ട, വിഷമൊന്നും കലക്കിയിട്ടില്ല, ഇത്തിരി കഞ്ഞിയാ. ആര് ചെയ്താലും നീ അത് ചെയ്യത്തില്ലെന്നറിയാം. ഉപ്പുമില്ല, ഒരു സാധുവുമില്ല. സാധിനല്ല, ആരോഗ്യത്തിനാ. കുടിക്ക്. കുരുമുളകിട്ട് 2 ക്വാർട്ടർ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനാ ഇത്ര ഗുളിക തീറ്റിക്കുന്നേ. അതിങ്ങനെ എല്ലാ ദിവസവും കയറ്റുന്നോണ്ടാ ഇപ്പൊ അസുഖം കയറി വരാൻ തുടങ്ങിയത്. ശരി ഡോക്ടറെ, കുടിക്ക് ഡ്രൈവറെ. എടാ, ഇങ്ങനെ ഡീൽ ചെയ്യാൻ ഏട്ടത്തിക്കേ പറ്റൂ. മതി മോളെ. മോളെ, പിന്നൊരു കാര്യം, ഇവർക്കൊന്നും ഇല്ലാത്ത എക്സ്ട്രാ കെയർ എന്തിനാ മോക്ക്? അങ്ങോട്ട് കെയർ വേണമെങ്കിലേ അത് ഇങ്ങോട്ടും കാണിച്ചിരിക്കണം. അത് പോയിന്റ്. സുധീഷേട്ടാ എന്താടാ, എന്താ വല്ലാതിരിക്കുന്നേന്ന്? ഒന്നുമില്ല, അത് വെറുതെ. അതെ, ഫോണിൽ ഫുൾ ചാർജ് ഉണ്ടായിട്ട് എന്താ ഇല്ലാന്ന് പറഞ്ഞേ? അത് പിന്നെ തോമസ് ഏട്ടനുമായിട്ട് ചെറിയൊരു ഇഷ്യൂ. ഞാൻ വിശ്വസിച്ചു. നീ വിശ്വസിച്ചോടാ? പിന്നെ ഈ നുണ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനും വിശ്വസിച്ചു. ഞാൻ ഉള്ളത് പറഞ്ഞയാ. എങ്ങോട്ടാ പോകുന്നത്? ഈ മോളെ, ഈ ഫാനിന്റെ കാറ്റ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ പോയി കിടക്കട്ടെ. അച്ഛ എങ്ങനെയുണ്ട് ഇപ്പൊ? ഇവള് പണിയെ ഓടിച്ചു വിടാൻ തയ്യാറായി നിൽക്കുമല്ലോ, അപ്പം പോവാതിരിക്കുമോ? അച്ഛ, ഗുലാം ജാം വേണോ? എനിക്കോ? ഈ വാ കഴിച്ചിരിക്കുന്ന സമയത്ത്? വേണ്ട, അവർക്കൊക്കെ കൊടുക്ക്. ഗുലാം ജാം എവിടുന്നാ? ചാന്ദിനി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഓ, ഗുലാം ജാം, ചാന്ദിനി. ദിവസവും ചാന്ദിനിയുടെ വീട്ടിൽ പോയിട്ടാണ് വരവ്. ഇതവള് സൈറ്റിൽ കൊണ്ട് തന്നെയാ. തിരിച്ചു പോന്നപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഞാൻ അവളെ സൈക്കിളിൽ കൊണ്ട് വിട്ടു, അത്രേ ഉള്ളൂ. അത്രത്തോളം എത്തിയ കാര്യങ്ങള്. അത് പിന്നെ അവളെ സേഫ് ആയിട്ട് എത്തിക്കണ്ടായോ? സേഫ്റ്റി മുഖ്യം ബിഗിലേ. സുഭാഷ് ചേട്ടന് കോൾ വരുന്നു. ആരാ? ചാന്ദിനിയാണോ? അല്ല, കോണ്ടാക്ടറാ. ഹലോ സാർ, നാളെ തുടങ്ങും. ഇനി ഒരു 100 ചാക്കൂടെ മതിയായിരിക്കും. ആ സാർ, ബസ് സാർ. TK സാർ. ഓക്കെ സാർ. ബസ് സാർ. TK സാർ. സുഭാഷ് ചേട്ടനെ കളിയാക്കിയ. അയ്യോ, ഞാൻ അറിയാതെ വന്നയാ. ഗായത്രി വിളിച്ചോണ്ടേയിരിക്കുന്നു. സുധീഷ് ഫോൺ എടുക്കുന്നില്ല. ആരാ? ഓർമ്മയില്ലേ? ഇല്ല, ഗായത്രിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കണ്ടപ്പോൾ ഓർമ്മയില്ലേ? ഞങ്ങൾ അവളുടെ ഫ്രണ്ട്സാണ്. ഓ, അതാണ് അവിടെയോ കണ്ട പോലെ ഓർക്കുന്നത്. എൻ്റെ വീടെങ്ങനെയാ കണ്ടുപിടിച്ചത്? ചോദിച്ചു വന്നു. ആവശ്യം ഞങ്ങളുടെ ആയില്ലേ? ആവശ്യമോ? എന്താ വിഷയം? നിങ്ങൾ എന്താ ബ്രോ ഗായത്രിയോട് സംസാരിക്കാതിരിക്കുന്നത്? അവൾ അപ്സെറ്റായിരിക്കുക. ഞാൻ സംസാരിക്കാതിരിക്കുന്നതിന് എന്തിനാ അവൾ അപ്സെറ്റ് ആവുന്നേ? എന്താ ബ്രോ ഇങ്ങനെ പറയുന്നത്? ഇത്രയും നാൾ സംസാരിച്ചിരുന്നിട്ട് ഇപ്പം പ്ലേറ്റ് മാറ്റുവാണോ? അവളുടെ ഫോൺ എടുക്കത്തില്ല, മെസ്സേജിന് മറുപടി അയക്കത്തില്ല. എന്തൊരു പരിപാടിയായത്? എടാ പിള്ളാരെ, വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ അവളെ പ്രേമിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ അവളുടെ തോന്നല. അതിന്റെ പേര് നിങ്ങൾ ഇറങ്ങി പുറപ്പെടല്ലേ. എന്താ ബ്രോ ഇങ്ങനെ സംസാരിക്കുന്നത്? സുധീഷേട്ടാ, ആരാ ഇത്? ഇതാ ഗായത്രിയുടെ ഫ്രണ്ടാ. അവള് കരഞ്ഞോണ്ടിരിക്കുക. അവിടെ അച്ഛനും അമ്മയും 2 ദിവസം കഴിഞ്ഞാൽ വരും. ഓൾ അവരോട് സംസാരിക്കാതിരിക്കുക. അവിടെ കരച്ചിൽ കാണാൻ പറ്റാത്തോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവൾ അനാവശ്യമായിട്ട് കരയുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്താ ഒരു മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ലവ് ആന്ന് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്യാൻ പോവാണോ? എടാ ചെറുക്ക, ലവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ 1-2 വർഷം അവളെ പ്രേമിച്ചിട്ട് തേച്ച പോലെയാണല്ലോ. എനിക്ക് എന്നെ 2 ആഴ്ചത്തെ പരിചയമുള്ളൂ. പിന്നെ അവളോട് വെറുതെ സംസാരിച്ചിരുന്നു. ഇയാളെന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾ ആദ്യം പോവാൻ നോക്ക്. ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ചെല്ല്. അവള് കരയാണ് ബ്രോ. നിങ്ങളുടെ പെരുമാറ്റം അവളെ ലവ് ചെയ്യുന്നത് പോലെയാണ്. കമ്മിറ്റ്മെന്റിന്റെ ഘട്ടം വന്നപ്പോൾ തല ഊരാൻ നോക്കുക. അത് ശരിയല്ലല്ലോ. എടാ ചെറുക്ക, ലവ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അതെന്താണെന്നറിയാമോ? സുധീഷേട്ടാ, പിള്ളാരാണ്. പോവാൻ പറയടാ. അങ്ങനെ ചെറുതാക്കല്ല്. രാത്രി 12 മണിക്ക് സംസാരിക്കുന്നത് പിന്നെന്താണ്? എടാ, അവൾ ഒരു ചെറിയ കുട്ടിയെ. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവള് പറയുന്നെന്ന് വെച്ച് നിങ്ങളും അങ്ങനെയാണോ? എന്തും കേട്ട ഇറങ്ങി വരുവാണോ? അവൾ വേറെ സെൻസിറ്റീവാ. അവളുടെ ഫോൺ എടുക്ക്. അവൾക്ക് നിങ്ങളെ മാത്രം മതി. നിങ്ങൾക്ക് അതിന് വെറുത്തില്ല എന്ന് പറയുന്നത് അവൾക്ക് മനസ്സിലാവണ്ടേ? വെറുത്തില്ലേ? മര്യാദയ്ക്ക് അവിടെ ഫോൺ എടുത്ത് സംസാരിച്ചോണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെല്ല്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ പോടാ. അവളോട് സംസാരിക്കണേ ബ്രോ. എടാ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോ. ബ്രോ, എടാ നോക്കാന്ന് പറഞ്ഞില്ലേ, ചെല്ല്. ഇവന്മാരിത് എങ്ങോട്ടാ കയറി പോകുന്നത്? ചെല്ല്. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവക്ക് സങ്കടം വന്നതിന് ഇവന്മാർക്ക് എന്താ പ്രശ്നം? എന്തേ മനസ്സിലായില്ലേ? സുധീഷേട്ടൻ അവിടെ ലവർ, ഇപ്പൊ വന്ന അവിടെ ബെസ്റ്റി. എടോ, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടാന്ന്. ഏട്ടത്തിയെ പൊസസീവ് ആക്കാൻ നോക്കിയിട്ട് ഇപ്പൊ തല കുടുങ്ങിയത് ആരെയാ? എടാ, ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യുന്നു പറ. എന്ത് ചെയ്യാൻ? ആ കുട്ടിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സംസാരിക്കും. എടാ, അത് അവക്ക് മനസ്സിലായില്ലെങ്കിലോ? അപ്പൊ അനുഭവിക്ക്. മനഃപൂർവ്വം പിടിച്ച വള്ളിയല്ലേ. വേറെ ആർക്കും ഊരി തരാൻ പറ്റുന്ന പ്രശ്നമല്ല, അതാ പ്രശ്നം. നേരിട്ട് കണ്ട് സംസാരിച്ചു നോക്ക്. നടന്നില്ലെങ്കിൽ അപ്പം നോക്കാം. ഈശ്വര, അവിടെ അച്ഛനും അമ്മയൊക്കെ വരുന്നത് കേട്ടല്ലോ. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ഗായത്രി വിളിച്ചോണ്ടിരിക്കുന്നു. ഈശ്വര, വല്ലാത്ത കുടുക്കായിപ്പോയല്ലോ. ഫോൺ ഓൺ ചെയ്താൽ അപ്പം വിളി വരും. നിധിയുടെ പൊസസീവൻസ് കൂട്ടോ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇതിപ്പം തലേന്ന് പോവാതായല്ലോ. സുഭാഷ് ചേട്ടാ, ചാന്ദിനി എന്ത് പറയുന്നു? എന്ത് പറയാൻ? അവള് ഹിന്ദി, ഞാൻ മലയാളം. അപ്പം സംസാരിക്കാറേ ഇല്ല.
പിന്നെ മനസ്സിലാവാറുണ്ടോ? രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന് മനസ്സിലാകും. അതുപോലെ സുഭാഷ് ചേട്ടന് ഹിന്ദി പഠിച്ചൂടെയോ? ഞാൻ കൂട്ടിയാൽ കൂടില്ല മോളെ. എത്രയോ കാലം ഞാൻ ഹിന്ദിക്കാരുടെ കൂടെ ജോലി ചെയ്യാമെന്ന് അറിയാമോ? എന്നിട്ട് ഞാൻ ഹിന്ദി പഠിച്ചോ? അവർ മലയാളം പഠിക്കുന്നതല്ലാതെ ഞാൻ പഠിച്ചില്ല. അതേപോലെ ചാന്ദിനി മലയാളം പഠിച്ചോളൂ. അന്ന് ഹിന്ദി പഠിക്കാൻ സുഭാഷ് ചേട്ടൻ ഒരു കാരണവുമില്ലായിരുന്നു. ഇന്ന് കാരണമുണ്ടല്ലോ, അതുകൊണ്ട് പഠിച്ചോളൂ. ഒരു ഭാഷ പഠിക്കുന്ന അത്ര വലിയ കാര്യമൊന്നും അല്ല. ആസാഹെ ലെത്താഹെ. ആഹാ, പറഞ്ഞ പോലെ അല്ലല്ലോ, വലിയ പുരോഗമനമാണല്ലോ. അച്ഛൻ പാട്ട് പാടിക്കൊണ്ട് വരുന്നു. അച്ഛാ, പനി ഇപ്പം എങ്ങനെയുണ്ട്? 1 കിലോ ഗുളികയല്ലേ നീ എന്നെ തീറ്റിച്ചത്, അപ്പം പിന്നെ മാറാതിരിക്കുമോ? ചൂടിത്തിരി കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം അടിക്കാൻ നോക്കണ്ട. നന്നായി റെസ്റ്റ് എടുക്കണം. ഓ ശരി ശരി, നന്നായിട്ട് ഉറങ്ങണം, ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഓ മീ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ അച്ഛ, ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു പാട്ട് പാടിയല്ലോ. കേൾക്കണോ? കേൾക്കണം. അച്ഛൻ പാട്ട് പാടുന്നു. ആഹാ, കൊള്ളാലോ. ഇത് ആറ പാട്ടാ? ഭാസ്കര മാഷിൻ്റെയാ? പി ഭാസ്കരൻ മാഷിൻ്റെ അല്ല, കെ ഭാസ്കരൻ്റെ. അതായത് കിളിക്കൂട്ടി ഭാസ്കരൻ്റെ സ്പെഷ്യൽ. ആയ കാലത്ത് വളയം പിടിക്കാൻ പോയതുകൊണ്ടാ. പേന എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടുകാരൻ ആയനെ. വളയം പിടിക്കാൻ പോയതുകൊണ്ട് നല്ലൊരു ലോറി ഡ്രൈവറായി. പേന എടുത്തായിരുന്നെങ്കിൽ തല്ലിപ്പൊളി പാട്ടുകാരനായനെ. സോ ഐ ആം എ സക്സസ്ഫുൾ മാൻ. ശരിക്കും നിങ്ങളുടെ അച്ഛനൊരു രസികനാ. എന്താ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തേ? അച്ഛൻ ഒരു കാലത്തും ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. മോളോട് സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടെന്ന് അറിയുന്നേ. ആരെ അനുസരിക്കാത്ത അച്ഛൻ നിധിയെ അനുസരിക്കുമ്പോൾ ആശ്ചര്യം തോന്നും. സുധീഷിൻ്റെ ട്രാവലിൻ്റെ ഓണർ വരുന്നു. സുധീഷേ, നീ എന്ത് പണിയാ കാണിക്കുന്നത്? നീ എന്തിനാ ഈ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത്? ഓഫോ? എന്താ നിന്റെ ഫോൺ ഓഫാന്ന് നിനക്ക് അറിഞ്ഞൂടെയോ? ഞാനൊന്ന് നോക്കട്ടെ. ശരിയാണല്ലോ, ഫോൺ ഓഫാണല്ലോ. ഓൺ ആവുന്നില്ല, ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. നിനക്ക് ഇത്ര ബോധമില്ലേ? ചാർജ് ചെയ്ത് വെക്കണ്ടായോ? അത്യാവശ്യത്തിന് ഓട്ടം വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചാർജ് പോയത് ഞാൻ അറിഞ്ഞില്ല. എടാ, കുറേ നേരം ഫോൺ വരാതിരിക്കുമ്പോൾ ഒന്ന് നോക്കിക്കൂടെയോ? ഞാൻ ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്നേ. ഇന്ന് എത്ര ഓട്ടം ഉണ്ടെന്ന് അറിയാമോ? നീ വണ്ടി എടുത്ത് വീടിന്റെ മുറ്റത്തിട്ട് ഫോൺ ഓഫ് ചെയ്താ എനിക്ക് ബിസിനസ് ചെയ്യണ്ടായോ? തോമസ് ഏട്ടാ, ഞാനത് ശ്രദ്ധിച്ചില്ല. എടാ, വണ്ടി ചാർജ് ഉള്ളതല്ലേ, എപ്പോഴും അതിനകത്ത് കുത്തിയിടുന്നതല്ലേ, പിന്നെങ്ങനെ ഓഫ് ആവുന്നത്? ഞാനത് ശ്രദ്ധിച്ചില്ല. ശരി ശരി, പെട്ടെന്ന് കുളിച്ചിട്ട് വാ. ഓട്ടമുണ്ട്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചാർജ് ഇല്ലാത്ത ഫോണും കൊണ്ട് എന്തിനാ പോകുന്നത്? ഫോണിൽ ചാർജ് കുത്തിയിട്. ഈശ്വര, ആ നശിച്ചവിടെ കോള് വരല്ലേ. ചായ എടുക്കട്ടെ? വേണ്ട, എന്റെ കാപ്പികൂടി കഴിഞ്ഞാ. ഒരു കാര്യം ചെയ്യ്, അവൻ ഫ്രഷായി വന്നാലേ വേഗം ഓഫീസിലേക്ക് വരാൻ പറ. ഞാൻ ഇവിടെ എന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരി. സാധാരണ ഫോൺ ഓഫ് ആയത് അവൻ അറിയണ്ടേയാണല്ലോ. ഇന്നലെ പകലും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്താ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. നികേഷ് നോക്കിയപ്പോൾ ചാർജ് ഉണ്ട്, ഫ്ലൈറ്റ് മൂടി വെച്ചിരിക്കുന്നു. ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഫോൺ വരുന്നു. ഗായത്രിയുടെ കോളാ. കട്ടായി. 70 മിസ് കോളോ? ചാർജ് ഇല്ല എന്നല്ലേ പറഞ്ഞത്? 80% ചാർജ് ഉണ്ട്. ഈ കോൾ ഒഴിവാക്കാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തയാ. എന്നെ വിളിക്കുന്നു ഗായത്രി. എടാ, ഒരു കോൾ ഉണ്ടല്ലോ. ഇവളോ? എടാ, എന്താടാ ഇത്? വെറുതെ വിളിക്കുന്നതാ. മിണ്ടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. നികേഷിനെ നിധി ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുന്നു. ദേ, അവളിവിടെ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ പലരും വരും, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ബസ് സ്റ്റോപ്പിൽ ബസ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, ഏട്ടത്തി പൊക്കോ. അതെ, സുധീഷ് വന്നില്ലേ? എന്താ വരാഞ്ഞേ? അറിയില്ല. ഓട്ടെ നികേഷേ. ആ, സുധീഷ് വരുമോ? എനിക്കെങ്ങനെ അറിയാനാ? വിളിച്ചു ചോദിക്കാൻ പാടില്ലേ? വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താ, ഉടക്കായോ? ഇന്നലെ ബർത്ത്ഡേക്ക് വന്നേയല്ലേ? അതെ, ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. കുറച്ചു നേരം ഇരുന്നുള്ളൂ, പെട്ടെന്ന് പോയി. പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ബോയ് ഫ്രണ്ടോ? ഇങ്ങാരെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്താ ചെയ്യുക? അപ്പം ബോയ് ഫ്രണ്ടിനെ കാണണം അല്ലേ? ആ, ബോയ് ഫ്രണ്ടിനെ മാരി ചെയ്യാൻ പ്ലാനുണ്ടോ? എൻ്റെ ആഗ്രഹം അതാ. ഗുഡ്. അപ്പം ബോയ് ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കണം. എൻ്റെ കൂടെ വാ. എൻ്റെ കൂടെ വാ. ബോയ് ഫ്രണ്ടിനെ കാണണ്ടായോ? വാ. എന്താ, വേണ്ടായോ? വേണം. എന്നാ വാ. എന്താടാ, ഒരു ട്രിപ്പ് എടുക്കാൻ പെട്ടെന്ന് എല്ലാം പറഞ്ഞിട്ട് നീ എന്താ പോവാത്തെ? ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു, കസ്റ്റമർ ഇറങ്ങാറായിട്ടില്ല. ഈ ടൈം ഉണ്ടല്ലോ, അതാ ഇങ്ങനെ ഇരിക്കുന്നേ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചതോ? ഫോൺ ഓഫ് ചെയ്ത് വെല്ലാതിരിക്കുന്നോണ്ട് ചോദിച്ചയാ. ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പിന്നെ അപ്പം തീർത്ത് തരത്തില്ലയോ? സുഭാഷ് ഏട്ടൻ പോവാൻ നോക്കി. എടാ, നീ വർക്ക്ഷോപ്പിൽ പോകുന്നില്ലേ? ആ, പോവാൻ നിൽക്കുക. നികേഷ് വരുന്നു. ഇന്ന് കോളേജിൽ പോയില്ലേലും വേണ്ടിയില്ല, ഇതിനൊരു അവസാനം വേണം. വാ. അത് കണ്ടോണ്ട് അച്ഛൻ പറയുന്നു, ദൈവമേ, ഇവനും കൂട്ടിക്കൊണ്ട് വന്ന ഒരുത്തിയെ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ വീട്. എന്താടാ നികേഷേ? അകത്തേക്ക് വാ, പറയാം. വാ. സുധീഷേടൻ ആരാ വന്നേക്കുന്ന നോക്ക്. വീട് തേടി എത്തിയോ? കുട്ടിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതാ കൂട്ടിക്കൊണ്ട് വന്നത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എടാ, നീ എന്തിനാ ഇതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? സുധീഷേട്ടന് ഒരു പണി വേണം. അമ്മ അതൊരു തെണ്ടിത്തരമല്ലേ കാണിക്കുന്നേ? എത്ര തവണ വിളിച്ചു? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്യുക? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? പറ.
എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എടാ ഇതാരായി കുട്ടി? ബസ് സ്റ്റോപ്പിൽ സുധീഷേട്ട എന്നും ഒരു കുട്ടിയെ കാണാൻ പോകത്തില്ലയോ? ആ കുട്ടിയാണിത്, ഗായത്രി. എൻ്റെ ബർത്ത്ഡേക്ക് പാർട്ടിക്ക് പോയിട്ട് വന്നതിന് ശേഷം എന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അങ്ങനൊന്നുമില്ല, വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണല്ലോ, ബോയ് ഫ്രണ്ടിനെ ഞാൻ ബ്രദറെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണോ? എന്തിനാ പിന്നെ എന്നെ ലവ് ചെയ്തത്? ലവോ? സുഭാഷേട്ട ഷോക്ക് ആവാറായില്ല. ഇത് കേക്ക്, കുട്ടി പറ. സുധീഷിനെ പോലെ ഒരാളിനെ എന്തിനാ സ്നേഹിച്ചെന്ന് പറഞ്ഞു അവരൊക്കെ എന്നെ കളിയാക്കി. ഞാൻ അവരോടൊക്കെ തർക്കിക്കുകയായിരുന്നു. സുധീഷിനെ ഞാൻ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചത്. എന്തൊക്കെയാടാ ഇത്? അങ്ങനൊന്നുമില്ല, ഇതൊരു കൊച്ചു പെണ്ണാണ്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നേ. അങ്ങനെയൊന്നുമല്ല, എന്നോട് അത്രമാത്രം സംസാരിച്ചിട്ടാ ഞാൻ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.